ഇറാന്റെ പക്കൽ 15ഓളം ആണവായുധങ്ങളുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. ഇതിനൊന്നും ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല. ഒപ്പം ഇറാന്റെ ആണവപ്പുര എന്ന് പറയുന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ള തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ എത്രത്തോളം ശരിയാണ്? ഇത്തരത്തിൽ ഇറാൻ ശക്തമായി 15 ആണവായുധങ്ങളൊക്കെ നിരത്തി ഇസ്രയേലിന് നേരെ യുദ്ധം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും ഇത്തരത്തിൽ ഇറാനിൽ ആണവപ്പുര ഇല്ലാതാക്കുക എന്നുള്ളതാണോ? സാറിന്റെ ഒരു വിശകലനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ? ഈ ചോദിച്ച കാര്യം ഒന്നും എനിക്കറിയാവുന്ന വിഷയമല്ല. കാരണം അവരുടെ ഈ 15 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. മാധ്യമപ്രവർത്തകർക്ക് അറിയാമെങ്കിൽ അത് അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അവർ പറഞ്ഞു. അതിന് സോഴ്സ് വെളിപ്പെടുത്താൻ മാധ്യമപ്രവർത്തകരോട് പറയരുതെന്ന് പറയുന്ന ഒരു എന്താണ് സേഫ്റ്റി അവർക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിപ്പം അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യുദ്ധം, ഇസ്രയേലി ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അസമന്മാർ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അതിൻ്റെ ഇൻട്രസ്റ്റുകൾ വേറെയാണ്. അതിൻ്റെ അകത്തെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ കൊണ്ടുവന്നത് ഇരുഭാഗത്തിൻ്റെ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോക ജനത ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ആണവായുധങ്ങൾ. അണവായുധം വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ ലോകമില്ല, ജീവിതമില്ല. അപ്പൊ ആ ഒരു ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്യുന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇത്തരം അഭ്യൂഹങ്ങള്, ഊഹാപോഹങ്ങള്, പ്രചരണങ്ങളൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വളരെ തമാശയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിവരക്കേടാണ്. അതായത് തുന്നലും ഹോം സയൻസും ഹിന്ദിയും അറബിയൊക്കെ BA പഠിച്ചിട്ട് മാധ്യമപ്രവർത്തകരാകുന്ന ആളുകൾക്ക് ഇങ്ങനെ പലതും തോന്നും. കാരണം ഇതിനൊന്നും സോഴ്സ് ഇല്ല. ഈ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞ ഒരു NPT എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യ വരെ ഈ ഒരു പ്രശ്നത്തിലാണ് മൻമോഹൻ സിംഗിന് ഇടതുപക്ഷം കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചത്. അതിന് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കുറെ കാലമായിട്ട് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, ആണവ നിലയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ആ പറയുന്ന ഇറാന്റെ ഏറ്റവും വലിയ തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തില് പെട്ടാണ് മരിച്ചത്. ആ ഹെലികോപ്റ്ററുടെ പ്രായം എൻ്റെ പ്രായമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. അത്രയും വർഷം പഴക്കമുള്ള ഒരു സീനിയർ സിറ്റിസന്റെ പ്രായമുള്ള ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കേണ്ട ഗതികേട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ ഡെവലപ്മെന്റ് എന്തുമാത്രം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതായത് ഈ സംഭവത്തില് ഇവര് പറയുന്ന ഇറാൻ ചെങ്കൊടിയൊക്കെ ഉയർത്തി യുദ്ധത്തിന് സന്നദ്ധനായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ഇത് അസമന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പഴയ ഒബ്സലേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഒക്കെ കണ്ടം ചെയ്യുകയും ഈ സാധനങ്ങളൊക്കെ ആക്രിയായിട്ട് പൊളിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലോകത്തെമ്പാടുള്ളത്. അതിന് റഷ്യയ്ക്കും ജപ്പാനും ഒക്കെ അവർക്ക് അവരുടേതായ സ്വന്തമായ സംവിധാനങ്ങളുണ്ട്. ഇത് അമേരിക്ക വളരെ ശക്തമായിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ആക്രി സാധനം മാറ്റണം എന്നുള്ളത്. മാറ്റിയിട്ട് പുതിയത് വെക്കാൻ ആരും ഇപ്പം ലോകത്തെ ഒരു രാഷ്ട്രങ്ങളും തയ്യാറാവില്ല. പിന്നെ ഇവർക്ക് ഈ ആണവ നിലയം പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ സാമ്പത്തിക പിന്തുണ വേണം. വളരെ ദാരിദ്ര്യത്തിലേക്ക് പൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ഇപ്പോൾ ഇറാൻ. എണ്ണയുടെ സോഴ്സ് മാത്രമാണ്. പിന്നെ പല രാഷ്ട്രങ്ങളുമായിട്ട് ഉഭയകക്ഷി ബന്ധങ്ങളില്ല. ഇന്ത്യയായിട്ടുണ്ട്. ഇന്ത്യ നമ്മളവിടുന്ന് ക്രൂഡ് എടുക്കുന്നുണ്ട്. അതുപോലെയല്ല അമേരിക്കയായിട്ടില്ല. അപ്പം പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ഉള്ള ബന്ധം വളരെ വഷളാണ്. ഈ സമയത്ത് അവർക്ക് ആയുധങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏതാണ്ട് ഡ്രോണുകളെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഡ്രോൺ ഒരു പുതിയ ടെക്നോളജിയാണ്. ആ ഡ്രോൺ എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്കറിഞ്ഞൂടാ. വാർത്തകളിൽ കണ്ടതാണ്, ഡ്രോൺ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഇസ്രയേലിലേക്ക്, ടെല്ലവീവിലേക്ക് അവർ 2 3 ഡ്രോണുകൾ, ഡ്രോണാണോ മിസൈലാണോ അയച്ചിട്ടുണ്ട്. അതവിടെ വീണിട്ടുണ്ട്. അതിനുള്ള മറുപടി പിന്നാലെ വരുന്നുണ്ടെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ വിഷയം എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസമന്മാർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് ഒരു രാഷ്ട്രത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇറാന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ പ്രസിഡന്റ് മരിച്ചു പോകുന്നു. അവിടുത്തെ പട്ടാള മേധാവിയെ ഇപ്പോഴത്തെ അറ്റാക്കിൽ അവര് നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണ് ഇത്രാം തീയതി നമ്മൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്തതിൻ്റെ അകത്ത് മിലിറ്ററിയുടെ സർവ്വസൈന്യാധിപനോ മറ്റോ മരിച്ചുപോയി. മറ്റൊരു മിലിറ്ററിക്കാരൻ മരിച്ചു. പിന്നീട് 6 ആണവ ശാസ്ത്രജ്ഞന്മാർ മരിച്ചെന്ന് പറയുന്നു. ഇവിടെ ഈ എന്താ ആധുനിക വിദ്യാഭ്യാസത്തെ പോലും അംഗീകരിക്കാത്ത ഇറാനിലെ എന്ത് ആണവ ശാസ്ത്രജ്ഞൻ, ഈ പണ്ട് മതശാസ്ത്രജ്ഞൻ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. ഈ എന്താണ് അതുപോലുള്ള ശാസ്ത്രജ്ഞനാണോ ഈ ആണവ ശാസ്ത്രജ്ഞൻ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ടെക്നോളജിയും അതിന്റെ ഫെസിലിറ്റികളും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പം ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ക്ലെയിം, ഇറാന്റെ ഒരു ക്ലെയിം എന്ന് പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലെയിം തകർക്കുക എന്നുള്ളതാണ്. അതായത് ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റിലേക്ക് ഇനിയും ഇറാന് കടന്നു ചെല്ലാൻ പറ്റുമോ, പറ്റാത്ത വിധം ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയാണ് ഇസ്രയേൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനവരുടെ റീസൺ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. അവരുടെ ബേസിക് റീസൺ എന്ന് പറയുന്ന ഹമാസിനെയും അതുപോലെ ഹൂതികളെയും ഇവരുണ്ടല്ലോ ഹിസ്ബുള്ളക്കാരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞത് വിക്കഡ് ആൻഡ് ബ്ലഡി ഇസ്രയേൽ എന്നാണ്. വിക്കഡ് ആൻഡ് ബ്ലഡി ഇസ്രയേൽ. അതിന്റെ മലയാളം തർജ്ജമ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേ ശബ്ദത്തോടുകൂടി ലോകത്തെമ്പാടി എന്നാണ് ഇവിടുത്തെ പുരോഗമനപക്ഷം ഇസ്രയേലിനെ വിളിക്കുന്നത്. അപ്പം അവിടെ ഇറാനില് സംഭവിക്കുന്ന ഏതാണ്ട് ഷായ്ക്ക് ശേഷം അവിടെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ, ഇറാനിലെ ഷായാണ് ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ ക്ലെയിം, ഇസ്രയേൽ നടത്തുന്ന ക്ലെയിമും ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്ന ന്യൂക്ലിയർ ക്ലെയിമും ഒക്കെ നമുക്ക് സമ്മതിക്കാമായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രം മതത്തിന്റെ കെട്ടുപാടുകളിൽ പെട്ടുപോയി താഴോട്ട് പോയി വളരെ ജീർണാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ ആവേശം അല്ലെങ്കിൽ ഹാലൂസിനേഷൻ കൊണ്ട് പറയുന്നതാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം. ഇല്ലെങ്കിൽ നമുക്ക് മാധ്യമപ്രവർത്തകര് അത് തെളിയിക്കട്ടെ, അവരുടെ കയ്യിൽ എത്ര ആണവായുധങ്ങളുണ്ട്. അത് ആണവായുധങ്ങളുണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് പരിശോധിച്ച് തീരുമാനിക്കേണ്ടി വരും. അതെന്നുണ്ടാകും എന്നുള്ളത് ഇവർ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.